ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിൽ വലത് സൈഡിൽ അവസാനം ഓൺലൈൻ ഹജ്ജ് ആപ്ലിക്കേഷൻ 2025 എന്നതാണ്. ഇതിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ളൊരു വിൻഡോ ആണ് ഓപ്പൺ ആകുക. അതിൽ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ എംപിന്നും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാവുന്നതാണ്. ചെയ്യാത്ത ആളാണെങ്കിൽ അതിൽ ലോഗിൻ എന്നതിന്റെ നേരെ താഴെ ഡോണ്ട് ഹാവ് അക്കൗണ്ട് രജിസ്റ്റർ എന്ന് കാണാവുന്നതാണ്. അവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ അതിലേക്ക് OTP വരും. OTP വന്നതിന് ശേഷം ആ OTP നൽകിയാൽ ഈ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ നൽകി അതിന്റെ പിൻകോഡും എംപിന്നും അടിച്ച് അപേക്ഷയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്വന്തം മൊബൈലിലോ അതുപോലെ തന്നെ ഹജ്ജ് സുവിധയുടെ ആപ്ലിക്കേഷനിലോ നമ്മുടെ സ്വന്തം ലാപ്ടോപ്പിലോ മറ്റോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ പാസ്വേഡും യൂസർ ID-യും സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് കവർ ഹെഡിന്റെ ഡീറ്റെയിൽസ് ആണ്. ആരാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അതിലുള്ള പുരുഷനായിരിക്കും കവർ ഹെഡ്. അപ്പം എത്ര പേരാണ് ഹജ്ജിനെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ 2 പേരാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ, രണ്ടാമത്തെ ചോദ്യം കുട്ടികൾ ഉണ്ടോ എന്നാണ്. ഇല്ല. മൂന്നാമത് കവർ ഹെഡിന്റെ പാസ്പോർട്ട് നമ്പർ ആണ് നമ്മൾ അടിക്കേണ്ടത്. സെക്കൻഡ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത പ്ലേസ് ആണ്. മൂന്നാമത്തത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ്. നെക്സ്റ്റ് കോളം ഡേറ്റ് ഓഫ് എക്സ്പയറി ആണ്. പാസ്പോർട്ട് എക്സ്പയർ ആകുന്ന ഡേറ്റ് ആണ് ചോദിക്കുന്നത്. 30/11/2027 ആണ്. അടുത്തത് ഗിവൺ നെയിം ആണ്. ദെൻ സർനെയിം ആണ്. അടുത്തത് ജനന തീയതിയാണ്. അടുത്ത പ്ലേസ് ഓഫ് ബർത്ത് ആണ്. ജെൻഡർ സെലക്ട് ചെയ്യാനാണ്. മെയിൽ. കവർ ഹെഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മെയിൽ തന്നെയാണ് ഉണ്ടാവുക ജനറൽ കാറ്റഗറിയിൽ. ഇതിന്റെ ഫാദേഴ്സ് നെയിം ആണ്. നെക്സ്റ്റ് മദർ നെയിം ആണ്. വിവാഹിതനാണോ എന്നതാണ്. എങ്കിൽ ഭാര്യയുടെ പേര്. അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്. നേരത്തെ ഡീറ്റെയിൽസ് വാങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചു വെക്കണം. പോസിറ്റീവ് ആണ് അദ്ദേഹത്തിന്റെ. അക്കോമഡേഷൻ കാറ്റഗറി ഓൾറെഡി നമുക്ക് അസീസിയ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ഹജ്ജ് ഗൈഡ് ഏത് ഭാഷയിലായിരിക്കണമെന്നാണ്. നിരവധി ഭാഷകളിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഹജ്ജ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മലയാളമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് ഡീറ്റെയിൽസ് അത് ഇദ്ദേഹത്തിന് മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നോട്ട് അപ്ലിക്കബിൾ ആണ്. അഡ്രസ് പാസ്പോർട്ടിൽ ഉള്ളതിന് തുല്യമായതുകൊണ്ടാണ് യെസ് ആണ് കൊടുക്കുന്നത്. അടുത്തത് എംബോർക്കേഷൻ പോയിന്റ് ആണ് ചോദിക്കുന്നത്. നമുക്ക് നിലവിൽ കേരളത്തിൽ 3 എംബോർക്കേഷൻ പോയിന്റുകൾ ഉണ്ട്. ഒന്ന് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചിയാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യ എംബോർക്കേഷൻ പോയിന്റ് ആയിട്ട് കണ്ണൂരാണ് സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത് കോഴിക്കോടുമാണ്. കാലിക്കറ്റ് എന്നാണ് ഉണ്ടാകുക. പിന്നെ പിൻകോഡാണ്.
പിന്നീട് മൊബൈൽ നമ്പറാണ്. ഈ വർഷം വാട്സപ്പ് നമ്പറും ചോദിക്കുന്നുണ്ട്. സെയിം നമ്പർ കൊടുക്കാവുന്നതാണ്. ഇമെയിൽ അഡ്രസ് ചോദിക്കുന്നുണ്ട്. ഉള്ളവർക്ക് നൽകാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ജോലി, വിദ്യാഭ്യാസ യോഗ്യത, ആധാർ നമ്പർ, പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. നിർബന്ധമല്ല, ഉള്ളവർക്ക് നൽകാവുന്നതാണ്. അടുത്തത് നോമിനിയുടെ വിവരങ്ങളാണ്. പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. നോമിനിയുടെ മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ഈ കവർ ഹെഡിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അവരുടെ സ്വാഭാവികമായും പാസ്ബുക്കിന്റെ കോപ്പി നമ്മൾ നേരത്തെ വാങ്ങി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലുള്ളതുപോലെ തന്നെ കൃത്യമായി അക്കൗണ്ട് ഹോൾഡറുടെ പേര് പാസ്ബുക്കിലുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ബാങ്കിന്റെ പേര് ഫെഡറൽ ബാങ്കാണ്. അക്കൗണ്ട് നമ്പർ, നാലാമതായിട്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട IFSC കോഡാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു അനുവാദമുള്ള റിപ്പീറ്റർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മെഹറം ഇവിടെ അല്ല എന്നതാണ് മറുപടി. അതായി അറവ് വേണമോ വേണ്ടയോ എന്നതാണ് അടുത്ത ചോദ്യം. ഇദ്ദേഹം വേണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. മറ്റൊന്നത് ഷിയ വിശ്വാസികൾക്കാണ്. ഓപ്റ്റിംഗ് ജുഹ്ഫ മീക്കാത്ത് വേണോ എന്നാണ്. നമ്മളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്. NRI ആണോ എന്നതാണ് നെക്സ്റ്റ് ചോദ്യം. ഇവിടെയും നോ ആണ്. നിങ്ങൾക്ക് വീൽ ചെയർ പോലത്തെ എന്തെങ്കിലും സംവിധാനങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഡിസബിലിറ്റീസ് ഉള്ള ആളാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ നോ ആണ് നൽകുന്നത്. കഴിഞ്ഞ നെക്സ്റ്റ് നമ്മൾ കോപ്പിൽഗ്രിമിന്റെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാണ്. ആദ്യത്തേത് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പറാണ്. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലം 22/2/2026 എക്സ്പയർ ഡേറ്റ്. ഗിവൺ നെയിം സുഹറ എന്നതാണ്. അടുത്തത് സർനെയിം ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് 1970 സെലക്ട് ചെയ്ത് ഫാദേഴ്സ് നെയിം ആണ്. മദർ നെയിം, മെറ്റീരിയൽ സ്റ്റാറ്റസ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. ഹജ്ജ് ലാംഗ്വേജ് മലയാളമാണ്. പ്രഗ്നൻസി സ്റ്റാറ്റസ് 3 ആയതുകൊണ്ട് പ്രഗ്നൻസി സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്. അഡ്രസ് സെയിം ആസ് കവർ ഹെഡ് ആണ്. പാസ്പോർട്ടിലെ സെയിം അഡ്രസ് ആണ്. എംബാർക്കേഷൻ പോയിന്റ് കണ്ണൂരാണ്. രണ്ടാമത്തത് കോഴിക്കോടാണ്. കാലിക്കറ്റ്. അവരുടെ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. ജോലി ഹൗസ് വൈഫാണ്. ക്വാളിഫിക്കേഷൻ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. 298 നോമിനിയായിട്ടുള്ള റിലേഷൻ മദറാണ്. ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ മെഹറം ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ പോകുന്ന അബ്ദുള്ള അവരുടെ ഭർത്താവാണ്. മെഹറം പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അബ്ദുള്ളയുടെ പാസ്പോർട്ട് നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. 6421 റിപ്പീറ്റർ ആണോ? കമ്പനി യെസ് കൊടുത്തു. NRI ആണോ? നോ ആണ്. നെക്സ്റ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള അവസരമാണ്. 2 ഹാജിമാരുടെയും വ്യക്തിഗത വിവരങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡിംഗ് ആണ്. അതിൽ സെലക്ട് പിൽഗ്രിം എന്നാണ് ആദ്യത്തേത്. അതിൽ അബ്ദുള്ള എന്ന കവർ ഹെഡിനെ സെലക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ
ഫോട്ടോഗ്രാഫാണ് ആദ്യം വേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നേരത്തെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ സൗകര്യമാണ്. രണ്ടാമത്തത് പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജാണ്. മൂന്നാമത്തത് പാസ്പോർട്ടിന്റെ സെക്കൻഡ് പേജാണ്. നാലാമത്തത് അഡ്രസ് പ്രൂഫാണ്. പാസ്പോർട്ടിന്റെ സെക്കൻഡ് പേജ് അല്ലെങ്കിൽ ആധാർ കാർഡ് പോലത്തെ ചെയ്യാവുന്നതാണ്. അഞ്ചാമത് വരുന്നത് ബാങ്ക് ചെക്ക്, ക്യാൻസൽ ചെയ്ത ചെക്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്. എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തത് പോപ്പിൽഗ്രിമിന്റെ അത് സുഹറയാണ്. അവരുടേത് ആദ്യത്തെ ഫോട്ടോഗ്രാഫാണ്. സെക്കൻഡ് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്. മൂന്നാമത്തത് പാസ്പോർട്ടിന്റെ ലാസ്റ്റ് പേജ്. നാലാമത് അഡ്രസ് പ്രൂഫാണ്. ബാങ്ക് ഡീറ്റെയിൽസ് നേരത്തെ നമ്മൾ നൽകിയത് കൊണ്ട് തന്നെ ഇതിൽ ആവശ്യമില്ല. കവർ ഹെഡിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഡാഷ്ബോർഡിൽ ഇങ്ങനെ കാണാം. അപ്ലിക്കേഷൻ കാറ്റഗറി ജനറൽ ആണ്. കവർ ഹെഡിന്റെ പേര് അബ്ദുള്ള കോവയിൽ എന്നാണ്. എംബർക്കേഷൻ പോയിന്റിൽ ഫസ്റ്റ് കണ്ണൂരാണ്, സെക്കൻഡ് കാലിക്കറ്റ് ആണ്, അക്കോമഡേഷൻ അസീസിയയിലാണ്, സ്റ്റാറ്റസ് അപ്ലൈഡ് ആണ്. അതിന്റെ ഗ്രൂപ്പ് ഐ ഡി നമുക്ക് കാണാം. ഇതോടുകൂടെ ആ പ്രോസസ് പൂർത്തിയായി. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ വലതു ഭാഗത്ത് വ്യൂ ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ഇത് ഒരു അപേക്ഷ സമർപ്പണം പൂർത്തിയാകുന്നു.